നിങ്ങളുടെ 3 ഫേസ് പമ്പുകൾ ഏതുമാവട്ടെ, മുകളിൽ വയ്ക്കുന്നതോ സാധാരണ കിണറിലിടുന്ന സബ്മേഴ്സിബിൾ പമ്പോ അല്ലെങ്കിൽ എൻ്റെ സൈഡിലിരിക്കുന്ന ഇതേപോലത്തെ ബോർവെൽ സബ്മേഴ്സിബിൾ പമ്പോ ആയിക്കോട്ടെ, അതിന് നമ്മുടെ ലൈനിൽ വരുന്ന കുറഞ്ഞ വോൾട്ടേജ്, കൂടിയ വോൾട്ടേജ്, അല്ലെങ്കിൽ മോട്ടർ വെള്ളമില്ലാതെ ഓടുന്ന അവസ്ഥ, അല്ലെങ്കിൽ മോട്ടർ ഓവർലോഡ് ആവുക, അങ്ങനെയുള്ള എന്ത് കാര്യങ്ങളിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ പമ്പ് കൺട്രോളറാണ് ഇന്ന് എൻ്റെ കയ്യിലുള്ളത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൽദോസ്, തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ധനീഷ് ബ്രാൻഡിൽ വരുന്ന DOL ഒരു 3 ഫേസ് പമ്പ് കൺട്രോളർ ഉൾപ്പെടെയുള്ള ഒരു 3 ഫേസ് സ്റ്റാർട്ടറാണ്. ഇതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്, എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബിരിച്ചായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യും. ഒരു റഫായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 3 ഫേസ് പമ്പുകളിലെ ഏത് രീതിയിലുമുള്ള വേരിയേഷനിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ വോൾട്ടേജ് കുറയോ വോൾട്ടേജ് കൂടുമോ, ഇല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ബോർവെൽ പമ്പുകളൊക്കെ വെള്ളം വറ്റി പോകുന്ന അവസ്ഥകളുണ്ട്. അങ്ങനെ ബോർവെൽ പമ്പുകളിൽ വെള്ളം വറ്റി ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മോട്ടർ കംപ്ലൈൻ്റ് ആവും. അങ്ങനെ ഓടാതിരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ പമ്പിൽ എന്തെങ്കിലും കയറി സ്റ്റക്കായിട്ട് മോട്ടർ ഓവർലോഡ് ആവുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ഈ കൺട്രോളർ അല്ലെങ്കിൽ ഈ പാനൽ ബോർഡ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇതിന് സൈക്കിൾ ടൈമർ വരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ടാങ്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ല് ചെയ്യാൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. ഇതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മുടെ ബിനിച്ചേട്ടൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഹലോ സുഹൃത്തുക്കളെ, നമുക്കിന്ന് പരിചയപ്പെടാനുള്ളത് ധനീഷ് ബ്രാൻഡിൽ വന്നിരിക്കുന്ന ഒരു സ്റ്റാർട്ടറാണ്. സാധാരണ നമ്മളെല്ലാം 3 ഫേസ് മോട്ടറുകൾക്കൊരു DOL സ്റ്റാർട്ടർ ഉപയോഗിക്കും. ആ DOL സ്റ്റാർട്ടർ എക്സ്ട്രാ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പിന്നെ അതിനകത്തൊരു ഓവർലോഡ് റിലേ ഉണ്ടാവും. അത് മാത്രമാണ് DOL സ്റ്റാർട്ടറിലുള്ള ഒരേ ഒരു പ്രൊട്ടക്ഷൻ ഫീച്ചർ എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ലൈനിൽ വരുന്ന വേരിയേഷൻസ്, അതായത് സിംഗിൾ ഫേസിങ് ഒരു ലൈൻ ഫ്യൂസ് പോയ ഇൻ കേസ് KCB ലൈൻ ഒരെണ്ണം ഇല്ലാതെ വരുന്ന അവസ്ഥയിൽ മോട്ടർ ഡബിൾ ഫേസിൽ ഓടാം. അപ്പോൾ ഈ ഓവർലോഡ് റിലേ ട്രിപ്പായി ആണ് നമ്മളത് മോട്ടർ പ്രൊട്ടക്റ്റ് ആകുമെന്ന് പറയുന്നത്. പക്ഷെ അതെല്ലാം എപ്പോഴും അത് പ്രാക്ടിക്കലായിട്ട് നടന്നോണമെന്നില്ല. അവിടെ നമ്മൾ ശരിക്കും ഉപയോഗിക്കുന്നത് സിംഗിൾ ഫേസ് പ്രിവെൻറ്റർ എന്നുള്ള മെത്തേഡാണ്. സിംഗിൾ ഫേസ് പ്രിവെൻറ്റർ എക്സ്ട്രാ യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ സാധാരണ DOL സ്റ്റാർട്ടറുകൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പുതിയതായി വന്നിരിക്കുന്ന ഈ ധനുഷിൻ്റെ യൂണിറ്റിൽ നമുക്ക് എന്തെല്ലാം ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിനകത്ത് സിംഗിൾ ഫേസ് പ്രിവെൻറ്റർ ഉണ്ട്, ഓവർലോഡ് ഉണ്ട്, ഡ്രൈ റൺ, അങ്ങനെ പല ഇതുമുണ്ട്. നമുക്കതിനെക്കുറിച്ചൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതിനകത്ത് കമ്പനി പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ സൈക്ലിക് ടൈമർ, അതായത് ഒരു പമ്പ് ഒരു ഡിലേയിൽ ഓൺ ആവുകയോ ഓഫ് ആവുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണത്. രണ്ടാമത് ഡ്രൈ റൺ പ്രൊട്ടക്ഷൻ, വെള്ളം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ, അതായത് ബോറോ എംറ്റി ആവുക അല്ലെങ്കിൽ നമ്മുടെ കുളമോ കിണറോ എന്തായാലും മോട്ടോർ വെള്ളം എടുക്കാതെ വന്നു കഴിഞ്ഞാൽ ഡ്രൈ ആയിട്ട് ഓടിക്കഴിഞ്ഞാൽ ഓഫ് ആവാനുള്ള പ്രൊട്ടക്ഷൻ. മൂന്നാമത് ഓവർലോഡ് പ്രൊട്ടക്ഷൻ, നിലവിൽ മോട്ടോർ എടുക്കുന്ന ആംബിയറിൽ നിന്ന് ഹൈ ആംബിയർ കൺസ്യൂം ചെയ്ത് വന്നു കഴിഞ്ഞാൽ അത് റേറ്റഡ് ആംബിയർ നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ്. നമുക്കത് ഓരോ മോട്ടറിനനുസരിച്ച് ആംബിയർ നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്നതാണ്. ആ റേറ്റിങ്ങിൽ മുകളിൽ വന്നു കഴിഞ്ഞാൽ ഓഫായി മോട്ടറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള പ്രൊട്ടക്ഷനാണ് ഓവർലോഡ് പ്രൊട്ടക്ഷൻ. ഹൈ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ, ഡിഫറൻറ്റ് വോൾട്ടേജ് പ്രൊട്ടക്ഷൻസ് പറയുന്നത്, അതായത് ഫ്ലക്ച്വേഷൻസ്, ലൈനിൽ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ പറയുന്നത്. ഫേസ് ഫെയിലിയർ, അത് ആണ് പ്രിവെൻറ്ററിൽ ഉദ്ദേശിക്കുന്നത്. ഒരു ഫേസ് പോയാൽ മോട്ടറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഓട്ടോ സ്റ്റാർട്ട് ടൈമറുണ്ട്. ഓട്ടോമാറ്റിക്കായി നമ്മൾ ടൈം സെറ്റ് ചെയ്ത് വെച്ചാൽ ആ ടൈമിന് ഈ സ്റ്റാർട്ടർ ഓണാവും, അതുപോലെ ഓഫാവും. ഡ്രൈ റൺ ട്രിഗർ സെറ്റ്, ഇപ്പോൾ ഇൻ കേസ് ഒരു കുളത്തിലെ വെള്ളം വറ്റി ഒരു മണിക്കൂറിന് ശേഷം ആ കുളത്തിൽ വീണ്ടും അത്രയും വെള്ളം ഉറവ് മൂലം വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ 1 മണിക്കൂറിന് ശേഷം വീണ്ടും ഈ സ്റ്റാർട്ടർ തനിയെ ഓണായി പമ്പ് ചെയ്യാനുള്ള സിസ്റ്റം. അതാണ് ഡ്രൈ റൺ റീസെറ്റ് ടൈമർ. പിന്നെ ഇതിന് ഓപ്ഷനായിട്ട് നമുക്ക് വാട്ടർ ലെവൽ കൺട്രോൾ കൊടുക്കാം. ടാങ്ക് ഫില്ലായാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവാനും ഓഫ് ആവാനുള്ള സിസ്റ്റം, വാട്ടർ ലെവൽ കൺട്രോൾ, അത് നമ്മുടെ ഈ ഒരു ഫ്ലോട്ട് കൺട്രോൾ ഉപയോഗിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ധനുഷിൻ്റെ ഒരു ഫ്ലോട്ട് കൺട്രോൾ, ഇത് നമ്മൾ പലയിടത്തും ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഫ്ലോട്ട് കൺട്രോൾ ഉപയോഗിച്ച് നമുക്ക് ആ സിസ്റ്റവും വരും. അപ്പോൾ ഒരു ഫുള്ളി ഓട്ടോമാറ്റിക് സിസ്റ്റത്തിലേക്ക് നമ്മുടെ ഒരു 3 ഫേസ് മോട്ടറിനെ നമുക്ക് കൺട്രോളിൽ വരുത്താൻ സാധിക്കും എന്നുള്ളതാണ് ഈ സ്റ്റാർട്ടറിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ സ്റ്റാർട്ടർ നമ്മൾ സിംഗിൾ ഫേസിൽ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതേപോലെ ഫീച്ചേഴ്സുള്ള പ്രോഗ്രാം ചെയ്യാവുന്ന സ്റ്റാർട്ടർ നമ്മൾ സിംഗിൾ ഫേസിൽ ഉപയോഗിച്ചിട്ടുണ്ട്. 3 ഫേസിൽ മാർക്കറ്റിലുണ്ടായിരുന്നു. നമ്മളിപ്പോൾ അതിൻ്റെ ഒരു ഡെമോ ഇന്നാണ് ചെയ്യുന്നത്. നമുക്കതിൻ്റെ അകത്തുള്ള ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉൾവശമുള്ളത്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കോണ്ടാക്ട് BCHൻ്റെ കോണ്ടാക്റ്റാണ്. അത് ഹൈ ക്വാളിറ്റി കോണ്ടാക്റ്റാണ്. BCHൻ്റെ അറിയാം, കോണ്ടാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കതിൻ്റെ ക്വാളിറ്റി നമുക്ക് അറിയാം. പിന്നെ ഇതാണ് ഇതിൻ്റെ കൺട്രോൾ യൂണിറ്റ്. ഇത് നമ്മൾ സാധാരണ സിംഗിൾ ഫേസ് സെറ്റ് ചെയ്ത വീഡിയോകൾ പലരും കണ്ടിട്ടുണ്ടാവും. അതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് സെറ്റ് ചെയ്യണത്. ഇതിൽ മാനുവൽ മോഡുണ്ട്, ഓട്ടോ മോഡുണ്ട്. പിന്നെ ഈ ഉള്ളിലായിട്ട് ഈ കാണുന്ന ഒരു ടെർമിനൽ ആണ്. ഇതാണ് ഫ്ലോട്ട് കൺട്രോളിന് ഉപയോഗിക്കുന്നത്. എന്നിട്ട് WLC എന്നുള്ള ഈ സ്വിച്ച് ഓൺ പൊസിഷനിലിട്ടാൽ ഇത് ടാങ്കിനെ ലെവൽ അനുസരിച്ചിട്ട് സ്വിച്ച് ചെയ്തോളൂ.
ഇന്ന് നമ്മൾ ടെസ്റ്റിങ്ങിനായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ ശക്തി ബ്രാൻഡിൻ്റെ ഫുൾ SS പമ്പ്. SS പമ്പുകൾ മാത്രമാണ് ശക്തിയുടെ പ്രത്യേക സ്പെസിഫിക്കേഷൻ. അതിൽ 2 HP 38 സ്റ്റേജ്, അതായത് 200 മീറ്റർ ഹെഡ് വരുന്ന ഒരു ബോർവെൽ പമ്പാണ് നമ്മളിന്ന് ടെസ്റ്റിങ്ങിനായിട്ട് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ 3 ഫേസ് അതിൻ്റെ ഈ ഡ്രൈവറും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന ഇത് പമ്പാണത്. ഇനി നമുക്ക് അടുത്ത അതിൻ്റെ കണക്ഷൻസ് കാര്യങ്ങളിലേക്ക് പോവാം. നമുക്ക് ഇനി ഇതിനെ വെള്ളത്തിലേക്ക് ഇടാം. സിജോ പിടിച്ചോ കേട്ടോ, സാവകാശം. ഓക്കെ, നമ്മൾ RYB കണക്ട് ചെയ്തു. ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഭയങ്കര വെയിലാണ്, അതുകൊണ്ട് ഡിസ്പ്ലേ കാണുമോ എന്നുള്ള കാര്യത്തിൽ ഓൺ ചെയ്ത് സിജോ. പവർ ഓൺ ആയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സീക്വൻസ് ഇൻഡിക്കേറ്റർ കറക്റ്റ് അല്ല. അപ്പോൾ ലൈൻ നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ ലൈൻ റിവേഴ്സ് ആണെന്നാണ് സൂചിക്കുന്നത്. അത് സീക്വൻസ് കറക്റ്റ് അല്ല, ഫേസ് സീക്വൻസ് കറക്റ്റ് അല്ല, തിരിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളൊരു വയർ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഒന്ന് ഓഫ് ചെയ്തേ. ഇപ്പോൾ വയർ നമ്മൾ സീക്വൻസ് 2 വയർ ഇൻ്റർചേഞ്ച് ചെയ്തു, റെഡും ബ്ലൂ ഇൻ്റർചേഞ്ച് ചെയ്തു. ഇനി നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ഓക്കെ, സപ്ലൈ പവറായി. നമ്മുടെ സീക്വൻസ് ഇൻഡിക്കേറ്റർ കറക്റ്റായി ഗ്ലോ ചെയ്തു. ഒരു ലൈൻ ഫെയിലിയർ ആയാലോ അല്ലെങ്കിൽ ലൈനിൽ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻ വന്നാലോ ഈ സീക്വൻസ് ഇൻഡിക്കേറ്ററിൽ നിന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ആ ഇൻഡിക്കേറ്റർ കിട്ടാതിരിക്കുകയോ ബ്ലിങ്ക് ചെയ്ത് നിൽക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ലൈൻ ഫെയിലിയർ ആണെന്ന് മനസ്സിലാക്കണം. ഇനി നമുക്ക് മോട്ടർ കണക്ട് ചെയ്ത് അടുത്ത നടപടികളിലേക്ക് പോകാം. അങ്ങനെ മോട്ടറിൻ്റെ RYB കണക്ട് ചെയ്തു. ഇനി നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ മോട്ടറിൻ്റെ റൊട്ടേഷൻ അതുപോലെ തന്നെ നോക്കണം, മോട്ടർ റിവേഴ്സ് ആണോ ഫോർവേഡ് ആണോ. നമ്മൾ പമ്പ് അങ്ങനെയാണ് ഓൺ ചെയ്ത് പമ്പിൻ്റെ ഡിസ്ചാർജ് കണ്ടിട്ട് പമ്പ് റിവേഴ്സ് ആയിട്ടാണ് തോന്നുന്നത്. നമുക്കൊന്ന് കണക്ഷൻ തിരിച്ചു കൊടുത്ത് നോക്കാം. അപ്പോൾ വീണ്ടും RYB നമ്മൾ സീക്വൻസ് ചേഞ്ച് ചെയ്തു, മോട്ടറിൻ്റെ കണക്ഷൻ ചേഞ്ച് ചെയ്തു. ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. പക്ക. ഇപ്പോൾ ഡിസ്ചാർജ് അതിൻ്റെ വന്ന വ്യത്യാസം മനസ്സിലാവും, റിവേഴ്സും ഫോർവേഡും തമ്മിൽ. ഇത് പറഞ്ഞല്ലോ 200 മീറ്റർ ഹെഡുള്ള പമ്പാണ്. അതുകൊണ്ട് ആ 200 മീറ്റർ ഹെഡിലുള്ള പമ്പിനെ സംബന്ധിച്ച് ഇത്രയും വെള്ളം നല്ല ഡിസ്ചാർജ് തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കറണ്ട് കൺസംഷൻ നോക്കാം. ലൈനോട്ട് 3.3 ആണ് ഇപ്പോൾ ഈ മോട്ടർ എടുക്കുന്ന കറണ്ട്. ഇത് ചേഞ്ച് ചെയ്ത് വരും. ഇതുണ്ടോ, വോൾട്ട് ഓരോ 3 ഫേസിൽ വോൾട്ടാണ് കാണിക്കുന്നത്. ഇതാണ് 3.3. അപ്പോൾ ഇനി നമുക്ക് ഈ സ്റ്റാർട്ടർ സെറ്റ് ചെയ്യണം. ഇനി സ്റ്റാർട്ടർ സെറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഡ്രൈ റൺ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, മെനു പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ സെറ്റ് വരും. സെറ്റ് വന്നു. ആദ്യത്തെ CNN ആണ്. അത് നമുക്ക് സൈക്ലിക് ടൈമറിൻ്റേതാണ്. ഓൺ ടൈമർ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അത് വീണ്ടും നമ്മൾ മെനു വെക്കുക. ഓഫ് ടൈമർ, അത് നമുക്ക് ആവശ്യമില്ല, നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇത് ഓട്ടോ റീസ്റ്റാർട്ടാണ്. അതായത് സപ്ലൈ പോയിട്ട് വന്നു കഴിഞ്ഞാൽ മോട്ടോർ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവാനുള്ള ഒരു മോഡാണ്. അത് ഓട്ടോ മോഡിലേക്ക് ചേഞ്ച് ചെയ്യണം. അന്നേരം ഈ സ്വിച്ച് ഓട്ടോ മോഡിലേക്ക് ചേഞ്ച് ചെയ്യണം. എന്നിട്ട് ഇതിനകത്ത് ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സപ്ലൈ പോയിട്ട് വന്ന് 1 മിനിറ്റ് 2 മിനിറ്റിന് ശേഷം സ്റ്റാർട്ടർ തനിയെ ഓൺ ആയിക്കോളും. അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ല. ഇത് 3 ഫേസ് ഡ്രൈ റണ്ണാണ്. ഇത് നമുക്ക് ആവശ്യമുള്ള ഫങ്ഷനാണ്. ഇതിപ്പോൾ 1 ആംപിയർ. അത് നമ്മുടെ മോട്ടർ എത്ര ആംപിയർ കൺസ്യൂം ചെയ്യണോ അതിനനുസരിച്ച് വേണം അത് സെറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ മോട്ടർ 3 ആംപിയറാണ്, 3.3 ആണ് നോർമലി റൺ ചെയ്യുമ്പോൾ കൺസ്യൂം ചെയ്തേക്കണം. അപ്പോൾ നമ്മളതൊരു 2 ആംപിയറിലേക്ക് ഡ്രൈ റൺ സെറ്റ് ചെയ്യുന്നു. 2.5 ആംപിയറിലേക്ക് ഡ്രൈ റൺ സെറ്റ് ചെയ്യണം. അത് വെള്ളം വറ്റി കഴിഞ്ഞാൽ ആംപിയർ കുറയും. അപ്പോൾ പമ്പ് ഓഫ് ആവണം. അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാനത് 2.5 സെറ്റ് ചെയ്തു. വീണ്ടും മെനു പ്രസ് ചെയ്തു. ഓക്കെ, ഇത് ഹൈ ആംപിയറാണ്. അപ്പോൾ 3 ആംപിയർ നോർമലി കൺസ്യൂം ചെയ്യണ മോട്ടർ ഒരു 6 ആംസ് മാക്സിമം വെച്ചാൽ മതിയാവും. ഇപ്പോൾ 18 ആംപിയറാണ് അതിനകത്ത് ഓൾറെഡി ഇപ്പോൾ അത് പ്രോഗ്രാം കിടക്കുന്നത്. അത് നമ്മൾ താഴേക്ക് കൊണ്ടുവരുന്നു. ഡിഗ്രീസ് ബട്ടണിൽ പ്രസ് ചെയ്ത് സിക്സ് ആംസിൽ നമ്മൾ ഡ്രൈ റൺ സെറ്റ് ചെയ്തു. ഇത് സ്റ്റാർ ഡെൽറ്റയാണ്. സ്റ്റാർ ഡെൽറ്റ ഇപ്പോൾ സിംഗിൾ ഫേസ് അല്ല DOL ആയതുകൊണ്ട് സ്റ്റാർ ഡെൽറ്റ ടൈമിംഗ് നമുക്ക് ആവശ്യമില്ല. അത് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിനെ അതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. ഹൈ വോൾട്ടേജ് 500 ഡ്രൈ റൺ റീസെറ്റാണ്. അതായത് ഒരു പ്രാവശ്യം ഡ്രൈ റണ്ണായിട്ട് ഓഫായി കഴിഞ്ഞാൽ വീണ്ടും പമ്പ് എത്ര സമയത്തിന് വേണം ഓൺ ആവാൻ എന്നുള്ളത് തീരുമാനിക്കുന്നത് ഈ ഡ്രൈ റൺ റീസെറ്റിലാണ്. അത് നമുക്കിപ്പോൾ ആവശ്യമില്ല, നമ്മളത് സെറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ലോഡ് ചെയ്തു. ഇനി നമുക്ക് പമ്പ് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ,
റെഡി. ഞാൻ പമ്പ് ഓൺ ചെയ്യുകയാണ്. ഇനിയിപ്പോൾ പമ്പ് ഓൺ ചെയ്ത് ഡ്രൈ റൺ ആയി കഴിയുമ്പോൾ മോട്ടോർ നമ്മുടെ ബാരലിലെ വെള്ളം എം ടി ആയിട്ട് ഡ്രൈ റൺ ആവും. അപ്പോൾ മോട്ടോർ ഓഫ് ആവുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. ഈ ബാരലിലെ വെള്ളം കുറഞ്ഞു വരുന്നതെന്ന് എടുത്തു. ആംബിയർ 3.4 ആണ്. ആംബിയർ ഒന്ന് കാണിച്ചേക്കും. 3.3 3.4 ആണ് ആംബിയർ കാണിക്കുന്നത്. പറയാം L1 അതെ ആംബിയറാണ് ഈ കാണിക്കുന്നത്. ഇത് ലൈൻ വോൾട്ടാണ് കാണിക്കുന്നത്. 390 392 3.2. അപ്പോൾ അതെ വെള്ളം വറ്റുവാണ്. ബാരലിലെ വെള്ളം തീർന്നു. മോട്ടർ നിന്നു. 2.5 ആംബിയർ താന്നു. ഇത് ഒന്ന് കാണിച്ച കൂട്ട. സ്റ്റാർട്ടർ ഓഫായി. ഡ്രൈ എന്ന് കാണിച്ച് സ്റ്റാർട്ടർ ഓഫായി. വീണ്ടും നമ്മൾ ഓൺ ചെയ്തിരിക്കുകയാണ്. ആംബിയർ നോക്കാം. 2.7. ഇത് പമ്പ് ഡ്രൈ ആവണം. ഓഫായി. ഡ്രൈ റൺ കാണിച്ചിട്ട് പമ്പ് ഓഫായി. അപ്പോൾ ഇനി നമുക്ക് ഈ ഫ്ലോട്ട് കൺട്രോൾ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഫ്ലോട്ട് കൺട്രോളിൽ ഫ്ലോട്ട് നമുക്ക് ഉയരുമ്പോഴാണ് മോട്ടോർ ഓഫ് ആവേണ്ടത്. താഴേക്ക് വരുമ്പോൾ മോട്ടോർ ഓൺ പൊസിഷൻ വരും. അപ്പോൾ റെഡും ബ്ലാക്കും ആയിട്ടാണ് നമ്മൾ ഇതുവരെ ഫ്ലോട്ടിന് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അത് ചെക്ക് ചെയ്ത് തന്നെ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ കവറിൻ്റെ പുറത്ത് അത് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിവിടെ ഉപയോഗിക്കേണ്ട വയർ റെഡും ബ്ലാക്കുമാണ്. ഫ്ലോട്ട് അങ്ങനെ കണക്ട് ചെയ്തു. ഈ ഫ്ലോട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു VLC എന്ന് മറ്റൊരു സ്വിച്ച് ഉണ്ട്. വാട്ടർ ലെവൽ കൺട്രോൾ ഓൺ. ആ സ്വിച്ച് ഓൺ പൊസിഷനിലേക്ക് ആക്കണം. താഴേക്ക് ഓൺ പൊസിഷനിലേക്ക് ആക്കണം. ഇനി ഈ ഫ്ലോട്ടിലാണ് നമ്മുടെ കൺട്രോളിങ് വരുന്നത്. നമ്മളുടെ വീട്ടിലെ ടാങ്കിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിൽ ഫ്ലോട്ടിൻ്റെ പൊസിഷൻ ഇതായി കണ്ടീഷനിലായിരിക്കും. അത് ഫ്ലോട്ട് മുകളിലോട്ട് നിൽക്കും. ഇനി ടാങ്കിലെ വെള്ളം കുറയുന്നതനുസരിച്ച് ഫ്ലോട്ട് താഴോട്ട് പോയി empty ആയി മോട്ടർ ഓണായി. മോട്ടർ ഇപ്പോൾ റണ്ണായിട്ടുണ്ട്. ഓട്ടോയിൽ റണ്ണായിട്ടുണ്ട്. ഇനി ടാങ്കിൽ വെള്ളം വീണ് ഫ്ലോട്ട് ഇങ്ങനെ ഉയർന്ന് ഇത് ഫുൾ പൊസിഷനിൽ വരുമ്പോൾ വീണ്ടും മോട്ടർ ഓഫായി. അപ്പോൾ ഈ സ്റ്റാർട്ടർ നമുക്കൊരു ഫുള്ളി ഓട്ടോമാറ്റിക് ഇതിലായി. ഈ സ്റ്റാർട്ടറും ഇന്ന് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയ 3 ഫേസ് സ്റ്റാർട്ടറുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ നമുക്കൊന്ന് നോക്കാം. സാധാരണ മാർക്കറ്റിലൊരു 3 ഫേസ് സ്റ്റാർട്ടർ ഇന്നിപ്പോൾ അവൈലബിൾ ആവുന്നത് 2800 രൂപ ആവറേജ് വില മുതലാണ്. ചിലപ്പോൾ അതിലും താഴെയുള്ളത് ലോക്കലിൽ കിട്ടിയെന്നിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു ഫീച്ചേഴ്സും ഇല്ല. അതിനകത്ത് ആകെയുള്ള ഒരു ഓവർലോഡ് റിലേ മാത്രമാണ്, OLR. ഈ ഓവർലോഡ് റിലേ മാത്രമാണ് ഒരു സാധാ സ്റ്റാർട്ടറിൻ്റെ പ്രൊട്ടക്ഷൻ ഫീച്ചർ ആയിട്ട് വരുന്നത്. അപ്പോൾ ആ സ്ഥാനത്ത് പിന്നെ അതിനെ കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടുള്ള ഡ്യുവൽ സ്റ്റാർട്ടർ വോൾട്ട് മീറ്ററും ആംബിയർ മീറ്ററും ഉള്ളതാണ്. അതിന് ഏകദേശം 5000 സംതിങ് രൂപ നമുക്ക് മാർക്കറ്റിൽ വിലയുണ്ട്. അതിൽ SPP ഒരു ഫംഗ്ഷനും ഉണ്ടാവും. അതായത് സിംഗിൾ ഫേസ് പ്രിവെൻറ്റർ എന്നുള്ള ഫംഗ്ഷനും ആ ടൈപ്പ് സ്റ്റാർട്ടറുകളിലുണ്ടാവും. ഇതിനെല്ലാം അപേക്ഷിച്ച് ഈ സ്റ്റാർട്ടറിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഓവർലോഡ് പ്രൊട്ടക്ഷൻ, SPP, ടാങ്കിൽ ഒക്കെയുള്ള വാട്ടർ ലെവൽ കൺട്രോള്, ഡ്രൈ റൺ പ്രൊട്ടക്ഷൻ, അങ്ങനെ ലൈനിലെ ഫ്ലക്ച്വേഷന് ഉള്ള പ്രൊട്ടക്ഷൻ, ഇങ്ങനെ കുറേ അധികം ഫീച്ചേഴ്സ് ഈ സ്റ്റാർട്ടറിൽ വരും. ഇതിൻ്റെ വില ഏകദേശം വരുന്നത് 7000 സംതിങ് രൂപയെ നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ അത് രണ്ട് ടൈപ്പ് സ്റ്റാർട്ടർ വെച്ചുള്ള കമ്പാരിസൺ വെച്ച് നോക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മോട്ടറുകൾക്ക് വളരെ നല്ല ഒരു പ്രൊട്ടക്ഷനായിരിക്കും ഈ ധനുഷിൻ്റെ ഈ മോഡൽ സ്റ്റാർട്ടർ എന്ന് എനിക്ക് പറയാനാകും. കാരണം ഇതൊരു ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഈ സ്റ്റാർട്ടർ നേരത്തെ മാർക്കറ്റിലുണ്ടായിരുന്നു എന്ന്. ഒരു 4 വർഷം മുമ്പ് ഞാൻ ഈ സ്റ്റാർട്ടർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. 4 വർഷത്തെ എക്സ്പീരിയൻസ് എനിക്ക് ഈ സ്റ്റാർട്ടറിൽ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ആയിരങ്ങളോ 10000ങ്ങളോ ലക്ഷങ്ങളോ വരെ വില വരുന്ന 3 ഫേസ് പമ്പുകളുടെ പ്രൊട്ടക്ഷനായിട്ട് ഈ ഒരു പാനൽ, ഇനിയിപ്പോൾ ഇത് സ്റ്റാഡൽഡേ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് സ്റ്റാഡൽഡേയിൽ തന്നെ ഡ്രൈ റൺ വരുന്ന മോഡലുകളും ധനുഷിന് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചെറിയ മോട്ടർ മുതൽ എത്ര HP വരെയുള്ള വലിയ മോട്ടർ ആണെന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന ഡ്രൈ റൺ പാനൽ DOL ആയിക്കോട്ടെ സ്റ്റാഡൽഡേ ആയിക്കോട്ടെ, ഈ ഒരു ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താതെ ഒരുപാട് നഷ്ടം വരുത്തുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, സൈറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ 10000ങ്ങളും ലക്ഷങ്ങളൊക്കെ കൊടുത്ത് പമ്പുകൾ വാങ്ങിച്ച് വയ്ക്കും. അതിന് പ്രോപ്പറായിട്ടൊരു സ്റ്റാർട്ടർ വെക്കാത്തത് കൊണ്ട് മാത്രം സിംഗിൾ ഫേസിങ്ങിൽ ഓടി പമ്പുകൾ പോകുന്നത് 3 ഫേസിലെ ഒരു സ്ഥിരം കാഴ്ചയാണ്.
അങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ നമ്മുടെ ഈ പറഞ്ഞ ഡ്രൈ റൺ പാനലുകളെല്ലാം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നായിരിക്കും. അപ്പോൾ ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോസ് കാണാനും ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോസ് എല്ലാം കാണാനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്